ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോണേ. അതിനുവേണ്ടി ഒരു 300 ഗ്രാം കടല ഒരു 4 മണിക്കൂർ മുമ്പേ എടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴുകി ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരുന്നേ. ഒരു നല്ല തിളച്ച വെള്ളമല്ല, നല്ല ചൂടായ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വേണം ഒഴിച്ച് വെക്കട്ടെ. 4 മണിക്കൂറേ കുതിർത്തിട്ടുള്ളൂ. ഇത് അങ്ങനെ ഇരിക്കുന്ന ഇനി ഈ വെള്ളം കളയരുതേ. ഇതിനകത്ത് വെള്ളക്കടലയാണേ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ചെറിയ 2 ബേ ലീഫ് ഇട്ട് കൊടുത്തേ. ഇനി കുറച്ചുപ്പ് ഇതിട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ, ഇത് കൊള്ളാൻ പറ്റുന്ന ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് കിടക്കട്ടെ, അല്ലെങ്കിൽ തിളച്ച് ഞാൻ പല വീഡിയോകളിലും ഇതുപോലെ കുക്കറിൽ ഇങ്ങനെ വെക്കുന്ന സാധനങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ ഇട്ട് കൊടുത്താൽ തിളച്ച് വെള്ളം വിസിൽ വരുമ്പോഴേ ആ വറുത്ത് വെള്ളം തെറിച്ച് പോവില്ല. ഇത് അതിനായി ഇട്ടേ കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് കടലയാണെങ്കിൽ ഇതിനകത്തൊരു പാത്രം ഇറക്കി വെച്ചിട്ട് അതിനകത്ത് വെച്ചാൽ മതി. ഇത് ഇങ്ങനെ അടച്ച് വെച്ച് ഒരു 5 വിസിൽ കേൾപ്പിക്കേ. ഇത് ഉപയോഗിക്കട്ടെ. അടുപ്പ് കത്തിക്കാം. ഒരു 5 വിസിൽ കേൾക്കട്ടെ. ഇനി നമുക്കിതിന് ഒരു മസാല തയ്യാറാക്കേ. നമ്മളെ കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കേ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്ത് ഇട്ട്, പിന്നെ ഒരു കഷ്ണം പട്ട അതിട്ട്, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 3 ഗ്രാമ്പു, കുഞ്ഞ് 4 ഏലക്ക, അതെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അടുപ്പ് കത്തിച്ച് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കട്ടെ. നമ്മുടെ മസാലയൊക്കെ വറുത്തേ. ഇനി ഇതൊന്ന് അണയ്ക്കാം. ഇതൊന്ന് തണുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി വേറൊരു മസാല റെഡിയാക്കണം. ഇത് തണുക്കട്ടെ. നമ്മൾ തണുത്ത ഈ മസാലയില്ലേ നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഈ പൊടിച്ചെടുത്ത ഈ മസാലയില്ലേ, നമ്മുടെ വിസിലിപ്പോൾ 3 ആയിട്ടുള്ളേ. ഇനി 2 കൂടെ വെറുതെ ഇനി അകത്തോട്ടിട്ട് വെട്ടെ. കാര്യം ഈ ചെറിയ ജാറാണ് ഇനിയും വേണ്ടത്. ഈ ജാറിൽ തന്നെ നമുക്ക് 2 ഇടത്തരം തക്കാളി, അത്ര വലുതല്ല, 2 ഇടത്തരം തക്കാളി ഉണ്ട്, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ടേസ്റ്റ് ആക്കാനേ. ഇനി ഇതിനകത്ത് കുറച്ച് മല്ലിയില അത് ഇട്ട് കൊടുക്കാം, ഒരു പിടിയേ. ഇനി ഇതിനകത്ത് ഒരു 2 കറിവേപ്പില അത് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വലിയൊരു കഷ്ണം ഇഞ്ചി, അത്ര വലുതല്ല, ഒരു കൈയിടത്രയും നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചി അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഈ മസാല അരച്ചതാണ് എടുക്കുന്നത്. നമ്മുടെ 5ാമത്തെ വിസിലും വന്ന് ഞാൻ ഗ്യാസ് ഇപ്പോൾ ഓഫാക്കിയതേ. വിസിൽ കഴിഞ്ഞിട്ട് ഒരിച്ചിരി നേരം കൂടെ കിടക്കും. ഇത് ഉപയോഗിക്കട്ടെ. ഇതിൻ്റെ ആവി പോയാലേ ഇനി എന്തും ചെയ്യാവട്ടെ. നമുക്ക് ഈ അടുപ്പ് കത്തിക്കാം. നമ്മുടെ കടല
കണ്ടില്ലേ, കടല ഒന്നും തിളച്ച് വെള്ളം വെളിയിലോട്ട് പോവില്ലേ. കടലയെല്ലാം നല്ല വെന്തിട്ടുണ്ട്. നോക്കാവുന്ന അപ്പോൾ ചൂട് ഇത് വെച്ച് നോക്കാം. ഇത് നല്ല വെന്തിട്ടുണ്ടേ. നമ്മുടെ പാത്രം ചൂടായി, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ഇത് മതിയേ, അത് വെച്ച് കൂടെ വേണം. മതി. എണ്ണ ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി. ഇതിനകത്ത് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുക് പൊട്ടട്ടെ. നമ്മൾ കടുകെല്ലാം പൊട്ടിയേ. അതിനകത്ത് ഈ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും മല്ലിയിലയും പിന്നെന്താണ് തക്കാളി അതുകൂടെ അതിനകത്ത് വെച്ച് കൊടുക്കാം. ഇത് നല്ല ഒന്ന് പിന്നെ തക്കാളിയുടെ പച്ചമണമില്ലേ അതൊന്ന് മാറിക്കിട്ടണം. നമ്മുടെ ഈ തക്കാളിയുടെ മല്ലിയിലയൊക്കെ നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്, ആയിട്ടില്ല. ആ സമയത്ത് ആ സമയം കൊണ്ട് ഈ കടലയില്ലേ, കടലയുടെ ഈ വേലീഫ് അങ്ങ് മാറ്റേ. ഈ സ്പൂണിനകത്തുനിന്ന് ഒരു ഇത് മതിയേ. ഇതൊന്ന് അരച്ചെടുക്കാം, ഒന്ന് തണുക്കട്ടെ. തക്കാളിക്കൊരു പച്ചമണമില്ലേ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടേ. ഇതൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്കൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ ഈ മല്ലിയിലയും തക്കാളിയുടെയൊക്കെ അരച്ചതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വന്നേ, പച്ചമണം മാറി. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. കടലയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും മസാലയിൽ ഒരു 1/2 ടീസ്പൂൺ. ഇനി ഒരു 1.5 ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കേ. ഇനി ഇതിലോട്ട് നമ്മളാ പൊടിച്ച് വെച്ച മസാലയില്ലേ, മല്ലിയും കുരുമുളകും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ആയിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കേ. ഇതിൽ ഈ കടലയും കൂടി ഇട്ട് കൊടുക്കുക. അതും വറുത്ത പൊടിയല്ലേ. നല്ല മണം, ആ മസാലയ്ക്ക് നല്ല മണമാണ്. ആ മല്ലിയും ഏലക്കയൊക്കെ ഇട്ട് പൊടിച്ച്. വലിയ ഇലയ്ക്കാണെങ്കിൽ 2 എടുത്താൽ മതി. ഇത് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും പിന്നെ ഇതിൻ്റെ ജീര റൈസിൻ്റെ കൂടെയും ദോശ ഇഡ്ഡലി എല്ലാത്തിനും ചപ്പാത്തിക്ക് ഒക്കെ പറ്റിയൊരു കറിയേ. അതിനകത്ത് ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല, ഉള്ളി ചേർത്തിട്ടില്ല, തക്കാളി മാത്രമേ ഉള്ളൂ. തക്കാളി മല്ലിയില. ഇനി ഇതിൽ ഇതൊന്ന് തിളയ്ക്കട്ടെ, ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ കടലയൊക്കെ നല്ല തിളച്ചേ. ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്നില്ലേ കടല, വെന്ത കടല ഞാൻ അരച്ചല്ലേ, അതും ഇതിനകത്തിട്ട് കൊടുക്കേ. കുറച്ചിട്ട് കൊടുക്കാം. കാര്യം പാത്രം പൊള്ളുമെന്നൊരു സംശയമുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളവും ചേർക്കണം.
കടല നോക്കേ. ഞാനിച്ചിരി ചൂടുവെള്ളം, കുറച്ച് ചൂടുവെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേ. നമുക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ച്, കറിക്ക് എത്ര ചാറ് ലൂസായിട്ടിരിക്കണോ, കറി ലൂസാണോ കട്ടി വേണോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടം. അതുപോലെ എടുക്കുക. ഇത്രയും മതി. പുട്ടിൻ്റെ കൂടെ ഒഴിക്കാനൊക്കെ ഇച്ചിരി നല്ല ഇതല്ലേ. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇത് മണവാന്നറിയോ ഇന്ന് വരുന്നത്? നമ്മുടെ കറി ഇതെങ്ങും നിൽക്കാത്ത മണമേ. ആ ഫ്രഷായിട്ടും മസാല അപ്പോഴും പൊടിച്ചില്ലേ, അതാ. കടലയങ്ങ് വെന്ത് കുഴഞ്ഞും പോയിട്ടില്ല, നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. അതിൻ്റെ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. ഇനി ഇതിനകത്ത് കുറച്ചിരി ഉപ്പിട വേണം, ശക്കല മതി. ഇനി ഇരിക്കുമ്പോൾ ഒന്ന് കുറുകും. അതെ, ഇനി ഇതിൽ വേറെ പണിയൊന്നുമില്ല. ഒരു 3 തണ്ട് കറിവേപ്പില. അതിനകത്ത് മല്ലിയില വേണമെന്നവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിയില അരച്ചയില്ലേ, അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതൊന്ന് അടച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ അതും ചെയ്യുന്നില്ല. ഗ്യാസ് ഓഫാക്കേ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മളെ കടലക്കറി എടുക്കേ. നല്ല കുറുകുറാള്ള കടലക്കറി. സത്യം പറയാം, ഇത് ട്രൈ ചെയ്യേണ്ട സാധനം. അടിപൊളി സാധനമാണ്. അടിപൊളി കടലക്കറിയാണ്. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലോട്ടൊന്ന് മാറ്റട്ടെ.